നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു മക്കളെ പറ്റിക്കാനായിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. ഒരു എഗ് സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നുള്ള സാൻഡ്വിച്ചൊക്കെ ഇനി ഒഴിവാക്കാം. മക്കൾ സാൻഡ്വിച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ സബോളയും പിന്നെ ക്യാരറ്റും പച്ചമുളകും കൂടിയിട്ട് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താലും മതി. എൻ്റെ ഇപ്പോൾ ചോപ്പറുള്ള കാരണം എനിക്ക് നൈസായിട്ട് അരിയാൻ പറ്റുന്നുണ്ട്. ഞാനിത് വീഡിയോ എടുക്കുന്നത് ശരിക്കും വിചാരിച്ചതല്ല. അത് കാരണമാണ് നിങ്ങൾക്ക് ശരിക്കും സ്റ്റാർട്ടിങ് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. നമ്മളിലുള്ള വെജിറ്റബിൾസ്, നമ്മുടെ മക്കൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഫുള്ള് നമുക്ക് എടുക്കാം കേട്ടോ. ക്യാബേജോ ബീൻസോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഈ വെജിറ്റബിൾസിലേക്കും പിന്നെ നമ്മൾ 2 മുട്ട ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അതിനും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മുട്ടയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ആദ്യം പറഞ്ഞ പോലെ ക്യാബേജും ബീൻസും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് പാത്രം ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുട്ട കലക്കി വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രെഡ് എടുത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്ത് വെക്കുക. എന്നിട്ട് അത് വേവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടി ഉപയോഗിച്ചിട്ടാണ് മറിച്ചിട്ടത്. എനിക്ക് പറ്റേണ്ടായില്ല ഒരെണ്ണത്തോണ്ടാണ് ചെയ്യാൻ. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് 2 ഭാഗവും നന്നായി വേവാകുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണോ അത്രയ്ക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ബ്രെഡ് എടുത്തിട്ടുണ്ട് അങ്ങനെ. എന്നിട്ട് ഇതുപോലെ മേലേക്കാക്കി വെക്കുക. സൈഡിൽ ബാക്കി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. പിന്നെ സോസുകൾ ഉണ്ടെങ്കിൽ സോസുകൾ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എൻ്റെ മകൻ സോസ് സംഭവങ്ങളൊന്നും അധികം അങ്ങനെ കഴിക്കില്ല. അത് കാരണം ഞാൻ അതൊന്നും ചേർക്കാത്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് തോന്നിയത്.